friends, welcome to Sakshi kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചടിക്ക് വേവിക്കുന്ന പോലെ ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോവരുത്. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി അധികം പുളിശ്ശേരിക്ക് ചേർക്കത്തില്ലേ. ഇനി വേണ്ടത് ഒരു നുള്ളു ഉലുവാപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. പിന്നെ വേണ്ടത് 3 ചുവന്നുള്ളിയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നേന്ത്രപ്പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ചേർക്കാം. ഇനി ഇത് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ചട്ടിയിൽ ചെയ്തത് കൊണ്ട് തന്നെ നല്ല ചൂടായിട്ടാണ് ഇതിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ പോലും തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തിളയൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈര് കറക്റ്റായിട്ട് ചൂടായി കിട്ടുകയും ചെയ്യും. അത് പിരിഞ്ഞും പോകത്തില്ല. ഇതുപോലെ നല്ല ചൂട് നിൽക്കുന്ന പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് തൈര് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തത് ചേർക്കാം. ഇതിൽ വെള്ളം ഞാൻ ചേർത്തിട്ടില്ലേ. 2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് ചേർക്കാം. ഇത് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇവിടെ പുളിശ്ശേരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.